لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ തീരുമാനങ്ങളെ അങ്ങനെ തന്നെ അംഗീകരിക്കുകയും അതിനോട് വിശ്വാസി പ്രതികരിക്കേണ്ട രൂപത്തിൽ ക്ഷമയോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ബോധപൂർവം ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമേ ഉപദേശിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ആഗ്രഹിക്കാത്ത കാര്യങ്ങളും നടക്കാറുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. ആഹ്ലാദം നൽകുന്നതും ചിരിപ്പിക്കുന്നതും നടക്കാറുണ്ട്. അതേസമയം കരയിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഉണ്ടാവാറുണ്ട്. ഈ സന്ദർഭത്തിൽ പലപ്പോഴും വ്യസനിക്കേണ്ട, സങ്കടപ്പെടേണ്ട അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ മാത്രം ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന കുറെ ആളുകളുണ്ട്. നിങ്ങൾ പടച്ചവനെവിടെ എന്ന് ചോദിക്കുകയാണ് വലിയവായി. മറ്റുള്ള സന്ദർഭങ്ങളിലൊന്നും അവർ ദൈവത്തെക്കുറിച്ച് പറയാറില്ല, മിണ്ടാറില്ല. അത്തരത്തിലുള്ള ആളുകൾ അജ്ഞത നടിക്കുന്നവരോ അഭിനയിക്കുന്നവരോ ആണ്. അവരെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പോ നമുക്ക് വിശ്വാസികൾ എന്ന നിലയിൽ ഞാനും നിങ്ങളും മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആളുകൾ എത്ര ഊക്കോടുകൂടി അത് ചോദിച്ചാലും അതിന്റെ മുമ്പിൽ പതറാതെ വിശ്വാസികളായ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നമ്മുടെ ഈമാൻ നമുക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ദൈവം കാരുണ്യവാനാണെങ്കിൽ എന്തിനു പിന്നെ ഈ കണ്ണീര് കുടിപ്പിക്കൽ എന്നാണ് ചോദ്യം. ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഞങ്ങളെന്തോ വലിയൊരു ചോദ്യം ചോദിച്ചു, എന്നിട്ട് വിശ്വാസികളായ ആളുകൾ ഉത്തരം മുട്ടി നിൽക്കുന്നു എന്ന സായുജ്യത്തിലാണ്. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഐഹികമായ ഈ ജീവിതത്തെ അവർ നോക്കിക്കാണുന്ന രൂപത്തിലല്ല ദൈവനിഷേധികളായ ആളുകളും വിശ്വാസികളല്ലാത്ത ആളുകളും നോക്കിക്കാണുന്നത് എന്നിടത്താണ് അതിന്റെ മാറ്റം. അവർക്കിത് മനസ്സിലാവണമെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള, ഐഹിക ജീവിതത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റേ മാറണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമ്മളോട് നോക്കിക്കാണാൻ ആവശ്യപ്പെട്ടത് ആഖിറവുമായി ബന്ധിപ്പിച്ചാണ്. ആഖിറത്തുമായി, പരലോക ജീവിതവുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമ്മൾ ഈ ദുനിയാവിനെ കാണുന്നുള്ളൂ. അങ്ങനെ കാണാനാണ് ആദ്യം മുതൽക്കേ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലക്കും ഫിൽ അർളി മുസ്തഖറും വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹി. ഒരു നിശ്ചിത കാലയളവ് വരെ നിങ്ങൾക്ക് ആ ഭൂമിയിൽ അധിവസിക്കാം. ആ കാലയളവ് നിങ്ങൾ തീരുമാനിക്കുന്നതല്ല. ഞാനിപ്പോ 100 കൊല്ലം ജീവിക്കും എന്നൊരാൾ പറയുന്നില്ലല്ലോ, പറയാൻ കഴിയില്ല.
അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ തന്നെ നിശ്ചയിച്ചൊരു കാലയളവുണ്ട്. അതുവരെ നിങ്ങൾ താമസിക്കുകയുള്ളൂ. ആ സന്ദർഭത്തിൽ ആ സമയത്തൊക്കെയും അദ്ദുനിയ മസറാത്തുൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ലഭിക്കുന്ന ഒരു സുഖലോക സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കണം. അതിന് നിങ്ങൾ ദുനിയാവിനോടുള്ള ആർത്തിയും അതിനോടുള്ള അമിതമായ ഭ്രമവും കുറക്കണം. നിങ്ങളായിത്തീരണം. ഫിദ്ദുനിയ, ദുനിയാവിലെ ജീവിതം നിങ്ങൾ എങ്ങനെയാണ്? കഅന്നക ഗരീബ് ഔ ആബിരി സബീൽ, ഒരു പരദേശിയെപ്പോലെ, ഒരു പ്രവാസിയെപ്പോലെ നിങ്ങൾ കഴിഞ്ഞു പോകണം. എന്നും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവാസിയുടെ മനസ്സാണ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ഒരു വഴിപ്പോക്കൻ, ഒരു യാത്രക്കാരൻ, അയാളുടെ യാത്രക്കിടയിൽ ഒന്ന് ലോഡ്ജ് എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂം എടുത്ത് താമസിക്കുകയാണ്. അയാൾക്ക് അയാളുടെ വിശ്രമം കഴിഞ്ഞാൽ തിരിച്ചു പോകണം. ഈ ഒരു കൺസെപ്റ്റ് വിശ്വാസികൾക്കുള്ളത് കൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഐഹിക ജീവിതത്തിന് നൽകുന്ന സ്ഥാനം അത്രമാത്രമേ ഉണ്ടാവൂ. അവർക്കറിയാം സൗഖ്യം, ആരോഗ്യം, സമ്പത്ത്, സുഖം, ആനന്ദം, ആർഭാടം ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം കൂടി ലഭിക്കുന്ന ഒരു ലോകമല്ല ദുനിയാവ് എന്ന് സത്യവിശ്വാസികളായ ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം കൂടി ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് സ്വർഗം മാത്രമാണ്. സ്വർഗത്തിലാണ് അല്ലലില്ലാതെ, അലട്ടില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ടെൻഷനില്ലാതെ, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരാതെ മനുഷ്യന് ജീവിക്കാനാവുക. അങ്ങേയറ്റത്തെ ആനന്ദത്തോടു കൂടി ജീവിക്കാൻ അവിടെ മാത്രമാണ്. ദുനിയാവിൽ നമ്മൾ അല്ലാഹു പടച്ചത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, കഠിനമായി പ്രയാസങ്ങളോടും മല്ലിടുന്ന അവസ്ഥയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് പടച്ചത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. അങ്ങനെയാണ് ഞാനും നിങ്ങളും ഒക്കെ മുമ്പോട്ട് പോകുന്നത്. കഠിനമായ പ്രയത്നത്തോടുകൂടി ഈ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മറികടന്നുകൊണ്ട് പോകണം മനുഷ്യൻ. അങ്ങനെയല്ലാത്ത സ്മൂത്തായി മാത്രം പോകുന്ന ആളുകളാരാ? നമ്മൾ സുഖമായി ജീവിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ ജീവിതത്തെ കുറിച്ച് അവർക്ക് മാത്രമല്ലേ അറിയൂ. അവരും ഇതുപോലെ അല്ലാഹു ഫീ കബദിൽ തന്നെയാണ്. അതുകൊണ്ട് അനശ്വരമായൊരു ജീവിതത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്നു സത്യവിശ്വാസികളായ ആളുകൾ. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, അതാണ് ഏറ്റവും നല്ലത്. അതാണ് ശാശ്വതമായ അനശ്വരമായ ഒരു ലോകം. അവിടെ നന്നായി ജീവിക്കുവാനും അവിടെ സുഖിക്കുവാനും അവിടെ ആനന്ദിക്കുവാനും അവസരമൊരുങ്ങിയാൽ അതാണ് ബുദ്ധി. ഈ വളരെ ഹ്രസ്വമായ ഈ കാലയളവിൽ ഇവിടെ അടിച്ച് പൊളിച്ച് ജീവിച്ചതുകൊണ്ട് അത് മണ്ടത്തരമാണ്. അവിടെ ദുനിയാവ് ആഖിറം നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹുവും വലഇബുൻ, കുറേ കളികളും കുറേ തമാശകളും കുറേ വിനോദങ്ങളും അത് മാത്രമാണ് ദുനിയാവിലുള്ളത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. വിശ്വാസികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ദൈവനിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ അത് മാത്രമേ ഉള്ളൂ. പേടിയില്ല ആരെയും, ഒന്നിനോടും കണക്ക് പറയേണ്ടതില്ല. എന്തിനു കണക്ക് പറയണം? ബാധ്യതകളില്ല ആരോടും. ആരാണ് ഈ ബാധ്യതയുണ്ടെന്ന് പറഞ്ഞത്? മുട്ടത്തോടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന കോഴി കുഞ്ഞുങ്ങൾ ആ മുട്ടത്തോട് അന്വേഷിച്ച് തിരിച്ചു പോവാറില്ലല്ലോ എന്നാണല്ലോ നിങ്ങളുടെ സങ്കല്പം. പിന്നെ ആരോട് ബാധ്യത? അതുപോലെ മനുഷ്യന്റെ മാതാപിതാക്കളോട് ബാധ്യതയില്ലെന്ന്. പിന്നെ ലോകത്ത് ആരോടും ബാധ്യതയില്ല. പിന്നെ കിട്ടുന്ന കാശ് ഉപയോഗിച്ച് നന്നായി ആനന്ദിക്കുകയും ആർമാദിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ദുനിയാവിനോടുള്ള കൺസെപ്റ്റ്. വഇന്നദ്ദാറൽ ആഖിറ ലഹിയൽ ഹയവാൻ, വളരെ ഹയവിയായി നിൽക്കുന്ന ഹയവാൻ, വളരെ ഏറ്റവും നല്ലൊരു ലോകം, ജീവിക്കുന്ന ഒരു ലോകം, മനുഷ്യന്റെ ആക്റ്റീവായി നിൽക്കുന്ന ലോകം, മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അത് ആഖിറത്തിലാണ്. അവൻ പിന്നെ അവിടെ നിന്നാണ് ജീവിക്കുക. ഇത് അങ്ങോട്ടുള്ള ഒരു യാത്രയുടെ തുടക്കം മാത്രമാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. ലൗ കാനൂ യഅലമൂൻ, അത് അവർക്കൊന്ന് മനസ്സിലായെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതവും മരണവും മരണാന്തരവും മൂന്നും നമ്മുടെ കൈവശമല്ല. ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കരുപ്പിടിപ്പിക്കാമെന്ന് നമ്മൾ വിചാരിക്കും. അത് മോട്ടിവേഷൻ ക്ലാസ്സിലെ വെറും വർത്താനം മാത്രമാണ്. ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ കൊണ്ടുപോവാം ഇല്ല. മരണം
നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് മരണമില്ല, നമ്മൾ ഉദ്ദേശിക്കാത്തടത്ത് മരണം കൊണ്ടുപോകും. അങ്ങനെയുള്ള വാർത്തകൾ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മരണാനന്തര ജീവിതം നമ്മുടെ പിടിയിലല്ല. ഇതിന് മൂന്നിനും വേണ്ടി മനുഷ്യൻ ഇതിന് മൂന്നിനും ഒരു നിലപാടെടുക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹുവാണ് ഇതൊക്കെ കണക്കാക്കിയവനും ഇതൊക്കെ നിയന്ത്രിക്കുന്നവനും ഇതൊക്കെ നിലനിർത്തുന്നവനും. ആ അള്ളാഹുവെ കുറിച്ചാണ് ആളുകൾ അതും ഇതും പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ 56 പ്രാവശ്യം അർ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 113 തവണ അർ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. 113 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വേറെയുമുണ്ട്. 114 സൂറത്തുകൾക്ക് 113 പിന്നെ ഒരു സൂറത്തിൽ 114 തവണ മറ്റൊന്നും. പിന്നെ അർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഇങ്ങനെ ആവർത്തിച്ച് അർഹമുർ റഹീമീൻ എന്ന 4 തവണ വിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വ്യാപക തലങ്ങളെ സൂചിപ്പിക്കാൻ മറ്റു പല വാക്കുകളുമുണ്ട്. വദൂദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, റഊഫ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹുബ്ബിനെ കുറിച്ചും റഹ്മത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ക്രൂരത മനുഷ്യനോട് കാണിക്കുന്നില്ല. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾക്ക് അല്ലാഹു തന്ന കാരുണ്യത്തെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച്, കരുണ കാണിച്ചതിനെ കുറിച്ച് നിങ്ങളൊരു കണക്കെടുപ്പ് നടത്തിയാൽ നിങ്ങൾക്കത് അവസാനിപ്പിക്കാനാവില്ല എന്ന് അള്ളാഹുവിന്റെ കിതാബ് നമ്മൾ തെര്യപ്പെടുത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എങ്ങനെയാണ് ഈ കാൽക്കുലേഷന് സാധിക്കുക? നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ മാർക്കിടുക? ആരാണ് ഈ ദൈവം, ഈ പ്രപഞ്ചത്തെ അടക്കി വാഴുന്നവൻ? മുദബ്ബിറുൽ ആലം. ഏതാണ് ഈ പ്രപഞ്ചം? ആരാണ് ഈ മാർക്കിടുന്നത്? കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരു മനുഷ്യൻ മാത്രം. എത്ര നിസ്സാരനാണ് അവൻ! ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഭൂമിയിലെ ആയിരക്കണക്കിന് ജന്തുജാലങ്ങളിൽ ഒരു ഇനം മാത്രമാണ്. ആ ഒരിനത്തിലെ കോടാനുകോടിയിൽ ഒന്നാണ് ഞാൻ. ഈ ഭൂമി എന്ന് പറയുന്നതോ സൂര്യനെ ചുറ്റുന്ന നവഗ്രഹങ്ങളിൽ ഒന്നു മാത്രം. സൂര്യൻ എന്ന് പറഞ്ഞാൽ ആകാശ ലോകത്തെ കോടാനുകോടി നക്ഷത്ര ലോകത്തെ ഒരു ശിശു മാത്രം. അങ്ങനെയുള്ള ഒരുപാട് നക്ഷത്രക്കൂട്ടങ്ങൾ, ക്ഷീരപഥങ്ങൾ, ഒട്ടേറെ ക്ഷീരപഥങ്ങൾ കൂടിയിട്ട് പിന്നെ പൾസാറുകളും കോസാറുകളും നെബുലുകളും അങ്ങനെ സൂപ്പർനോവകളും തമോഗർത്തങ്ങളും ഒക്കെ ചേർന്ന ആയിരക്കണക്കിനും 10,000-കണക്കിനും നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളുള്ള ഗാലക്സികൾ, ആയിരക്കണക്കിന് ഗാലക്സികൾ ഒരുമിച്ച് ചേർന്ന ക്ലസ്റ്ററുകൾ, അങ്ങനെയുള്ള കുറെ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചത്തെ കുറിച്ച് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആലോചിക്കണം. ഈ പ്രപഞ്ചത്തെ അടക്കി വായുന്ന മുദബ്ബിറുൽ ആലം അള്ളാഹുവാണ്. ഒന്നും കൂട്ടിമുട്ടി തകർന്ന് തരിപ്പണമായി താഴേക്ക് വീഴുന്നില്ല. ക്ലസ്റ്ററുകളിൽ പ്രശ്നങ്ങളില്ല, ഗാലക്സികളിൽ പ്രശ്നങ്ങളില്ല, അവിടെ താഴോട്ടുള്ള നക്ഷത്ര കുടുംബങ്ങളിൽ എവിടെയും പ്രശ്നങ്ങളില്ല. അങ്ങനെയൊക്കെയുള്ള, എന്നിട്ട് സൂര്യൻ എന്ന് പറയുന്ന താരതമ്യേന ചെറിയൊരു നക്ഷത്രത്തിന്റെ നവഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം മാത്രമായ ഭൂമിയിൽ അള്ളാഹു നമ്മളെ വസിപ്പിക്കുന്നു. ആ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അതിലെ കോടാനുകോടി മനുഷ്യരിൽ ഒരാൾ നീ. മനുഷ്യ, ആ നീയാണോ അഹങ്കരിക്കുന്നത്? വമാ ഊതീതും മിനൽ ഇൽം ഇല്ലാ ഖലീല. നിനക്ക് വളരെ കുറച്ച് ഇൽമു മാത്രമാണോ നൽകിയിട്ടുള്ളത്? നീ എന്തിന്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? ഈ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങൾ, ആത്യന്തിക സത്യം, അതിന്റെ ബാഹ്യമായ കാരണങ്ങൾ നമുക്കെന്തറിയാം? നിനക്കെന്തറിയാം? മേഘപാളികളിൽ നിന്ന് മഴ ശക്തമായി വർഷിക്കുന്ന സന്ദർഭത്തിൽ ഈ ഭൗമോപരിതലം തകർന്നു പോകാതിരിക്കാൻ അള്ളാഹു ഉണ്ടാക്കിയ സംവിധാനത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു. മനുഷ്യ, നിനക്കെന്ത് ചെയ്യാൻ കഴിയും? അവിടെ നിനക്കെന്ത് ചെയ്യാൻ കഴിയും? ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സമ്മിശ്രമായ ജലകണികളെ ചേർത്ത് നിർത്തുന്ന ഇലക്ട്രോൺ ബോണ്ട് നിനക്ക് രൂപപ്പെടുത്താനാകുമോ? ഈ ഇലക്ട്രോൺ ബോണ്ടിനെ കുറിച്ച് നിന്റെ വിവരം എന്താണ്? ദൈവത്തെ നിഷേധിക്കുന്ന നിനക്ക് ഈ ചെറിയ സില്ലി കാര്യങ്ങൾ അറിയുമോ? 9 കിലോമീറ്റർ ഉയരമുള്ള എവറസ്റ്റിന് 200 കിലോമീറ്റർ വേരുകളുള്ളതാണ് ആ മഹാപർവ്വതമെന്ന് ഈ ഇരിക്കുന്നവരിൽ എത്ര പേർക്കറിയാം?
പർവ്വതങ്ങളെക്കുറിച്ചും പർവ്വതങ്ങളുടെ അടിവേരുകളെക്കുറിച്ചും അപ്പൊ ഭൂമി ഇളകാതെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും എത്ര പുസ്തകങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെയായി നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഒരെണ്ണം ഒരു പേജെങ്കിലും വായിച്ചവരാണോ നീ? അല്ലല്ലോ. ചൊവ്വയിലെ ജലാംശം കണ്ടെത്താൻ ബില്യൺ കണക്കിന് ചെലവാക്കുന്ന മനുഷ്യന് ഭൂമിയിലെ ഒരു അർജുനൻ എന്ന പാവത്തെ കണ്ടെത്താനായില്ല. അത്ര നിസ്സാരനല്ലേ നീ? അത്ര നിസ്സാരനാണ് മനുഷ്യൻ. 5000 വർഷത്തെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ ഭൂമിയുടെ അടിഭാഗത്തേക്ക് 9 കിലോമീറ്ററിനപ്പുറത്തേക്ക് മനുഷ്യൻ പോയതായി രേഖപ്പെടുത്തുന്നില്ല. അഥവാ പോയാൽ അങ്ങോട്ടെത്താൻ കഴിയില്ലെന്ന് നിനക്ക് തന്നെ അറിയാം. ആ മനുഷ്യന് ഈ ഭൂമിയുടെ അന്തർഭാഗത്തെ കുറിച്ചൊന്നും അറിയില്ല. മനുഷ്യജന്മത്തിന് ഒരു സ്പേം മതിയെന്നിരിക്കെ സ്പേം കൗണ്ട് ആ കൗണ്ടിന്റെ നിലവാരത്തിനനുസരിച്ചാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും ഉണ്ടാകാതിരിക്കുന്നതുമെന്ന് ആര് കണക്കാക്കിയതാണ്? എന്ത് നിനക്കതിൽ ഇടപെടാനാകാത്തത്? കൗണ്ട് കുറവാണ് നിങ്ങൾക്ക് എന്ന് ചീട്ടെഴുതി കൊടുക്കുന്ന ഡോക്ടർക്ക് ഈ കൗണ്ട് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? നിനക്കറിയില്ല മനുഷ്യ, നിനക്കറിയില്ല. സ്വയം കത്തുന്ന ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും കൂടിയാൽ വെള്ളമാവുന്നത് എന്തുകൊണ്ട് എന്ന് നിനക്കറിയുമോ? അറിയില്ല. നിങ്ങൾ ആ ഇടപാട് നടത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ നേരിയ ബുദ്ധി കുറിച്ച ചില ഉദാഹരണങ്ങൾ മാത്രം. നമുക്ക് ചുറ്റുമുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചാൽ ആ ചിന്ത ഇട്ടെറിഞ്ഞു പോവുക എന്നല്ലാതെ മറ്റെന്തെങ്കിലും നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? ഇല്ല. ദൈവം തമ്പുരാൻ പറഞ്ഞു തന്ന ചില ഉത്തരങ്ങളുണ്ട് ദൈവിക ഗ്രന്ഥങ്ങളിൽ. അതിനെയാണ് നമ്മൾ കൊഞ്ഞനം കുത്തുന്നത്. പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതല്ലോ. നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രാപഞ്ചിക ഘടനയിൽ ഇടപെടാനാവില്ല എന്നതൊരു വസ്തുത മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വ്യവസ്ഥകളും നിയമങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നടപ്പാക്കണം എന്ന് അങ്ങോട്ട് പറയാൻ മനുഷ്യന് അധികാരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയേണ്ടത് അല്ലാഹുവോട്, അല്ലാഹുവേ നീ ഉണ്ടാക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കാം ഞങ്ങൾ എന്നാണ്. അതിന്റെ പേരാണ് മുസ്ലിം ആവുക എന്നത്. നിന്റെ ഭൂമി, നിന്റെ പ്രപഞ്ചം അത് ഭംഗിയായി കൊണ്ടു നടക്കാനാണ് നീ ഞങ്ങളെ ഏൽപ്പിച്ചത്. ആ കൃത്യം ഒരു അമാനത്തായി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നിർവഹിച്ചു കൊള്ളാം എന്ന് തീരുമാനിക്കലാണ് മുസ്ലിം ആവുക എന്നത്. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ എവിടെയാണുള്ളത്? പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിയമപുസ്തകങ്ങളിലാണ് അതുള്ളത്. ആ പുസ്തകങ്ങളോട് അവജ്ഞ കാണാതിരിക്കുക. അപ്പൊ നമ്മളൊരു നിലപാടിലെത്തണം. ഏത്? വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ ഷർറാണെന്ന് വിധി പറയുന്ന, നാശമെന്ന് വിധി പറയുന്ന, സങ്കടമെന്ന് വിലയിരുത്തുന്ന, ദുരിതമായി പോയി എന്ന് പറയുന്ന, ദുരന്തം എന്ന് നിങ്ങൾ ഊക്കോടുകൂടി വിളിക്കുന്ന പലതും നിങ്ങൾക്ക് അങ്ങനെയായിരിക്കില്ല. നിങ്ങൾക്ക് ഷർറാവില്ലതൊന്നും നിങ്ങൾക്ക് ഖൈറാവാം. നിങ്ങൾക്ക് ഖൈറാണെന്ന് നിങ്ങൾ മനസ്സിൽ താലോലിക്കുന്ന കുറെ സ്വപ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായി വന്നു എന്നും വരാം. വല്ലാഹു യഅലം, അല്ലാഹുവാണ് ഇത് അറിയുന്നവൻ. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലയൊന്നും, നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളുടെ സംഭവ വികാസങ്ങളുടെ ആത്യന്തിക സത്യം മനുഷ്യൻ അറിയില്ല എന്ന് ബോധ്യപ്പെടണം വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും. ബാഹ്യമായ കാരണങ്ങൾ ആണ് മനുഷ്യ ബുദ്ധി അന്വേഷിക്കുന്നത്. ചിലതൊക്കെ കണ്ടെത്താനാകും, ചിലതൊന്നും നമുക്ക് കണ്ടെത്താനാവൂല. അതുകൊണ്ട് ദുരന്തങ്ങളും കാരണങ്ങളും തിരയുന്നതും ഇങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? മനുഷ്യൻ കണ്ടെത്തുന്നുണ്ട് ചില കാരണങ്ങൾ. ആ കാരണങ്ങൾ ശരിയുണ്ടാകാം. ആ കാരണങ്ങളെയും അള്ളാഹു പറഞ്ഞതിനെയും ചേർത്ത് വായിച്ചു നോക്കൂ, ശരിയാണെന്ന് തോന്നും. അത് മനുഷ്യൻ പറയുമ്പോ അത് അംഗീകരിക്കേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന ദൈവനിഷേധികളായ ആളുകൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബിൽ അതേ വരികൾ അറബിയിൽ എഴുതി വെച്ചത് വായിക്കുമ്പം അതിനോട് വിമർശനം ഉന്നയിക്കുന്നു? അതാണ് മനസ്സിലാവാത്തത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ഒരു കഥ പറയുന്നുണ്ട്. മൂസാ നബി ഖിദർ അലൈഹിസ്സലാമയുടെ കൂടെ പഠിക്കാൻ പോകുന്നത്, വിദ്യാർത്ഥിയായി പോകുന്നത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് മുമ്പൊരു ഖുതുബയിൽ. ആ സന്ദർഭത്തിൽ 3 സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ ഭൗതിക കാരണങ്ങൾ നോക്കിയിട്ട് അത് ശരിയായില്ലെന്ന് വിമർശിക്കുന്നുണ്ട്. 3 വട്ടവും വിമർശിക്കുന്നുണ്ട്.
എന്ന് കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ഗുരുതരമായ ഒരു തെറ്റായി പോയല്ലോ നിങ്ങളാ കാണിച്ചത്, എന്തിനാണ് ആ കപ്പൽ കത്തിച്ചു കളഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മളുടെ ഈ ഭൗതികമായ ബുദ്ധി അനുസരിച്ചുകൊണ്ട് കപ്പൽ ആളുകളോടൊപ്പം കത്തിച്ചു കളയുക എന്ന സംഗതി അത് ഒരു കാരുണ്യമില്ലാത്ത ക്രൂരതയല്ലേ എന്നാണ് മനുഷ്യന്റെ ഈ ഭൗതിക ബുദ്ധി മനസ്സിലാക്കിയത്. അതിന് മറുപടി പറയുമ്പോൾ അതിന്റെ സംഗതി എന്താണ് എന്ന് പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഗുരുനാഥൻ. എന്നിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഇത് എന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം ചെയ്തതല്ല, എനിക്ക് ദൈവത്തിങ്കിൽ നിന്ന് കിട്ടിയ ചില വെളിപാടനുസരിച്ച് ബോധനമനുസരിച്ചാണ് ഞാനിത് നിർവഹിച്ചത് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിന്റെയൊക്കെ ഉൾസാരം എന്താണെന്ന്, ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന്, ഇതിനകത്തുള്ള ഹിക്മത്ത് എന്താണെന്ന് മൂസ നമ്മളുടെ ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ്. നമുക്ക് കഴിയുന്നുണ്ടങ്ങനെ മനസ്സിലാക്കാൻ. നമ്മൾ ആശുപത്രിയിൽ പോവാറുണ്ട്. ആശുപത്രിയിൽ പോകുമ്പോ നമ്മൾ വളരെ സുന്ദരമായി കാണുന്ന കുറെ ഭാഗങ്ങളുണ്ട് അവിടെ. അതിന്റെ ഗേറ്റ് മുതൽക്ക് ഇങ്ങോട്ട് കടന്നു പോകുമ്പോ മനോഹരമായി ഉണ്ടാക്കി വെച്ച ഗേറ്റ് മുതൽ നമ്മളെ ആകർഷിക്കുന്നു. എന്തോ ഒരു സുഖം. ഉദ്യാനങ്ങളിലൂടെ മനോഹരമായി നട്ടു നനച്ച് വളർത്തുന്ന പൂന്തോട്ടങ്ങൾക്ക് ഇടയിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോ പിന്നെ അവിടെ ഇങ്ങനെ കയറിയിട്ട് ഫുള്ളി എയർ കണ്ടീഷൻഡായ ആ കെട്ടിടങ്ങളിലേക്ക് പോയി 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 ചില സ്ഥലത്തെത്തുമ്പം ആർപ്പുവിളികളും നിലവിളികളും ഒക്കെ കേൾക്കുന്നുണ്ട്. ലേബർ റൂമിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ അതിന്റെ അകത്തു നിന്ന് കേൾക്കുന്ന കരച്ചിലിനെ അല്ലെങ്കിൽ വലിയ കരച്ചിലിനെ അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ടോ? അതിന്റെ തൊട്ട് പിറകെ വരുന്ന സന്തോഷകരമായ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ. മനുഷ്യന് കഴിയുമങ്ങനെ, മനുഷ്യൻ അങ്ങനെ നിലപാടെടുക്കുന്നുണ്ട്. വല്ലാത്ത ക്രൂരത എന്ന് ഒരു ഓർത്തോ ഡോക്ടർ ഒരാളുടെ കാലിങ്ങനെ മുറിച്ചു കളയുമ്പോ നമ്മൾ പറയാറില്ല. അത് മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ സേഫായിരിക്കുമല്ലോ എന്ന ആശ്വാസമാണ് അവിടെ കൂടെ നിൽക്കുന്നവർക്കും ആ രോഗിക്കും ഉണ്ടാകുന്നത്. എന്തൊക്കെ മുറിച്ചു മാറ്റലുകൾ, എന്തൊക്കെ വേദനപ്പെടുത്തലുകൾ, അതിനെ ക്രൂരത എന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തിനേറെ പറയണം, വേദന എന്ന് പറയുന്ന ഒരു മെസഞ്ചർ ഉണ്ട് നമുക്ക് അള്ളാഹു നൽകിയ. വേദന എന്ന് പറയുന്ന ഒരു മെസഞ്ചർ, ഒരു സന്ദേശവാഹകൻ. ആ സന്ദേശവാഹകൻ ഇല്ലായിരുന്നുവെങ്കിൽ അതിശക്തമായ തലവേദനയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായി തോന്നാം. ആ അസഹ്യമായി തോന്നുന്ന തലവേദനക്ക് ചികിത്സക്കായി ചെന്ന് ഡോക്ടറുടെ മുമ്പിലിരിക്കുമ്പോ അയാൾ നടത്തുന്ന ടെസ്റ്റിലൂടെ മനസ്സിലാക്കപ്പെടുന്നു നിങ്ങൾക്ക് ട്യൂമറിന്റെ തുടക്കമാണ്. ആ വേദനയെ പയിക്കുകയാണോ വേണ്ടത്? ആ വേദനയ്ക്ക് പിന്നാലെയുള്ള മുന്നറിയിപ്പ് എന്താണെന്ന് പഠിച്ചുകൊണ്ട് ചികിത്സ നടത്തിയിട്ട് രക്ഷപ്പെടുകയാണോ വേണ്ടത്? ഇങ്ങനെയുള്ള ചില സന്ദേശങ്ങൾ തന്നെയാണ് ഈ സങ്കടങ്ങളും മരണങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും എന്ന് മനസ്സിലാക്കി തരുന്നു അള്ളാഹുവിന്റെ കിതാബ് നമ്മളെ. ഇതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ചില സംഗതികൾ. അതുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചേ മനുഷ്യൻ ഇറങ്ങി ചെന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ തന്നെ പറയുന്നു അതിന്റെ അന്തർഭാഗത്ത് തളച്ചു മറിയുന്ന ലാർവകളും അതും ഇതുമൊക്കെയാണ്. ഏറ്റത്തെ ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചറിന് പ്രഷറും ഉണ്ടാകുമല്ലോ, സമ്മർദ്ദമുണ്ടാകൂലേ? ഈ സമ്മർദ്ദം സഹിക്കവയ്യാതെയാകുമ്പോ ഈ ഭൂമി ഇടക്കൊന്ന് ശ്വാസം വിടും. അത് ഭൂകമ്പമായി, സുനാമിയായി, ഉരുൾപൊട്ടലായി, വെള്ളപ്പൊക്കങ്ങളായി ഒക്കെ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ആ ഭൂമി ചെയ്യാതിരുന്നാൽ അതിന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകും. അതൊന്ന് ഒരു റിഫ്രഷ് ബട്ടൺ അമർത്തുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോ അത് ഉൾക്കൊള്ളാൻ സത്യവിശ്വാസി ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. അതൊന്നും നിങ്ങൾക്ക് ആത്യന്തികമായി ഷർറൊന്നുമല്ല, നിങ്ങൾക്ക് ഖൈറായിരിക്കും. അള്ളാഹു അവന്റെ ഹിക്മത്തനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്ന മുദബ്ബിറുൽ ആലമാണ്. ഈ മുദബ്ബിർ, ഈ തദ്ബീർ അള്ളാഹ്ക്ക് മാത്രമേ ഫിറ്റാവൂ. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്മാര് വളരെ വലിയ മണ്ടത്തരം പറയാറുണ്ട് മനുഷ്യന്മാരെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പട്ടിക, മനുഷ്യൻ മുതൽക്ക് അങ്ങോട്ട്
ഗാലക്സികളും ക്ലസ്റ്ററുകളും രൂപപ്പെട്ടു വരുന്ന പ്രപഞ്ചത്തിന്റെ ആ കയറിപ്പോവലുണ്ടല്ലോ, അത് മനസ്സിൽ വെച്ച് ഒരാൾക്ക് പറയാൻ കഴിയുമോ ഒരു മനുഷ്യൻ ഈ ലോകത്തെ നിയന്ത്രിക്കുമെന്ന്? പറയാൻ കഴിയുമോ? എന്ത് മണ്ടത്തരമാണ് പൗരോഹിത്യം സാധാരണക്കാരെ പഠിപ്പിക്കുന്നത്. മുദബ്ബിറുൽ ആലം അത് അല്ലാഹു മാത്രമാണ്. അതെവിടെ വിശ്വസിക്കുന്നുവോ അവിടെ മാത്രമേ വിശ്വാസം ആരംഭിക്കുന്നുള്ളൂ. അതെവിടെ തകരാറാകുന്നുവോ അവിടെ ഈമാൻ ചോർന്നു പോകും. വേറെ എന്ത് നിങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. ലോകത്തിന്റെ തദ്ബീർ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുന്നിടത്തേക്ക് എത്തണം. അപ്പൊ ഇതിനർത്ഥം ഇനി നമ്മൾ സുരക്ഷിതകളൊന്നും ഏർപ്പെടുത്തണ്ട എന്നാണോ? വരും പോലെ വരട്ടെ എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചടഞ്ഞിരിക്കണമെന്നാണോ ഈ പറഞ്ഞത്? അല്ല. അതിനും വിശുദ്ധ ഖുർആൻ എമ്പാടും ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രളയമുണ്ടാകാൻ പോകുന്നു, ലോകത്തെ ആദ്യത്തെ പ്രളയം. നശിപ്പിക്കാൻ പോവുകയാണ് അള്ളാഹു ഒരു ജനവിഭാഗത്തെ. നോഹ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കപ്പൽ ഉണ്ടാക്കാൻ ഒരു മുൻകരുതൽ നടത്താൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം കപ്പലുണ്ടാക്കുമ്പോൾ ആളുകൾ കളിയാക്കി, ഓന്റെ ഒരു പോയത്തം, ആ കപ്പലിൽ കയറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് ഇന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടുകൊള്ളണം എന്ന് കൽപ്പനയുണ്ടായി. ഒരു രാജാവ് ഈജിപ്തിൽ സ്വപ്നം കണ്ടു, കടുത്ത ക്ഷാമം വരാൻ പോകുന്നു. ആ മനുഷ്യന്റെ മുമ്പിൽ, രാജകൊട്ടാരത്തിന്റെ സംവിധാനങ്ങൾക്ക് മുമ്പിൽ, ഒരു രാജ്യത്തിന്റെ പുകൾപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ ഉടമയായ ഒരു രാജ്യത്തിന്റെ രാജാവിന്റെയോ അതുപോലെ തന്നെയുള്ള മന്ത്രിമാരുടെ മുമ്പിലോ ഒരു വലിയ ചോദ്യചിഹ്നം എന്നല്ലാതെ ഉത്തരവില്ല. എന്തു ചെയ്യണം അറിയില്ല. ആരോ പറഞ്ഞു, എന്തൊക്കെ ഈ സ്വപ്നങ്ങൾക്കൊക്കെ വ്യാഖ്യാനം പറയുന്ന യൂസുഫ് എന്നൊരു ചെറുപ്പക്കാരൻ ജയിലിലുണ്ട്. അദ്ദേഹം ഒന്ന് പറഞ്ഞു, ഈ ക്ഷാമത്തിന്റെ വർഷങ്ങൾ വരാനുണ്ട്, അതിനു മുമ്പ് 7 ക്ഷേമത്തിന്റെ വർഷങ്ങൾ കടന്നുപോകും, നിങ്ങൾ എന്നെ ഏൽപ്പിക്കുക ഉത്തരവാദിത്വം. എന്നിട്ട് അദ്ദേഹം അതിന്റെ പ്രീകോഷൻ നടത്തിയില്ലേ? അങ്ങനെ ചെയ്യണം, അങ്ങനെ മുന്നറിയിപ്പുകൾ അനുസരിക്കണം. ദൈവവിശ്വാസമില്ലാത്ത ആളുകളോട് പ്രകൃതിയുടെ മുന്നറിയിപ്പുകളെങ്കിലും വിശ്വസിക്കണം എന്ന് നമുക്ക് പറയാം. അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകൾ അനുസരിക്കണം. നിങ്ങൾക്ക് താമസിക്കാൻ കൊള്ളാത്ത ഇടങ്ങളാണ് അത് എന്ന് വിവരമുള്ള ആളുകൾ പറഞ്ഞാൽ അവിടങ്ങൾ താമസിക്കാതെ നിങ്ങൾ മുന്നൊരുക്കം സ്വീകരിക്കണം. അവിടെ ഇത്ര വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞു തന്നാൽ അതനുസരിക്കണം. ആവാതിരിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതല്ലേ പറഞ്ഞുള്ളൂ? നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട മുന്നറിയിപ്പുകൾ ഉണ്ടല്ലോ, ആ വ്യക്തികളുടെ പേരുകൾ ഞാൻ ഇനി ഉദ്ധരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, 3 മനുഷ്യരുടെ പേര് ഞാനിവിടെ പറഞ്ഞു. 3 റിപ്പോർട്ടുകളാണത്. ആ റിപ്പോർട്ടുകൾ അനുസരിക്കണം. അതെന്നല്ലേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ? വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ എന്നത് അള്ളാഹു അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഒന്നും അനുസരിക്കാതെ, ഒന്നും പഠിക്കാത്ത, ഒന്നും അറിയാത്ത മനുഷ്യൻ വെറുതെ ഇത്തരം സന്ദർഭങ്ങളിൽ ദൈവത്തെ കുതിര കയറാതിരിക്കുക. വിശ്വാസികളെ, അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോ വിശ്വാസത്തിൽ ഒരു തരി പോലും ഇളക്കം തട്ടാതിരിക്കുക. നല്ല വിശ്വാസികളായി ജീവിച്ചു മരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാ വൽ അഖ്വാത്ത് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വൽ. സഹോദരന്മാരെ, സഹോദരികളെ, ഏതേത് ഘട്ടങ്ങളിലും അചഞ്ചലമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം എന്ന് ഒന്നുകൂടെ ഞാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സൂചിപ്പിച്ച പോലെ ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് സത്യവിശ്വാസികളായ ആളുകൾക്ക് ഒരു പ്രത്യേക കൺസെപ്റ്റാണുള്ളത്. ആഖിറത്തിലെ ഉന്നത പദവികൾക്ക് വേണ്ടി അവർ ഇവിടെ പിടച്ചു പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ദുരന്തങ്ങളിൽ മരിച്ചുപോയ ആളുകൾ, അവരുടെ വിശ്വാസം ശരിയാണെങ്കിൽ അവർ സ്വർഗത്തിൽ ഉന്നതമായ പദവി അലങ്കരിക്കുന്നു എന്ന് വിശ്വാസികൾ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, അവർ ഉറപ്പിക്കുന്നു. ചെറിയ മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബാക്കിയായവർക്ക് സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്നെ കാത്തു കഴിയുന്ന ഒരു കുട്ടിയാണോ, അതല്ല ദുനിയാവിൽ നിന്റെ കൈപിടിച്ച് നടക്കുന്ന ഇവനെയാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് സഹാബിയോട് ചോദിച്ചല്ലോ നബി.
നിന്നെ സ്വർഗ കവാടത്തിൽ കാത്തു നിൽക്കുന്ന നിനക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മകനായി ആ ദുരന്തത്തിൽ അങ്ങനെ മരിച്ചുപോയ കുട്ടികളെ കാണണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആശ്വാസത്തിന്റെ വചനങ്ങൾ നമുക്ക് ആശ്വസിക്കാൻ എമ്പാടുമുണ്ട്. വിശ്വാസിക്ക് ഈ വിശ്വാസം ആശ്വാസം നൽകുന്നു. വിശ്വാസികളെ പഴി പറയുന്ന ആളുകളോട് വളരെ വിനീതമായി നമുക്ക് ചോദിക്കാം, എന്ത് കുന്തത്തിലാണ് നിങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നത്? ഒരാശ്വാസവുമില്ല. ഇത് വെറുതെ ഒരാശ്വാസമല്ല, അത് ദൈവികമായ ഒരു ഓഫറാണ്. ആ ഓഫർ വിശ്വാസികളെ പതറാതിരിക്കുക. അജബൻ ലി അംരിൽ മുഅ്മിൻ എന്ന ആ ഹദീസ് അവിടെയാണ് നിങ്ങൾ ഓതേണ്ടത്. അജബൻ, എന്തൊരത്ഭുതം! വിശ്വാസിയുടെ കാര്യമോർത്താൽ വമ്പൻ അത്ഭുതമാണത്. അവർ ദുരന്തത്തിൽപ്പെട്ട് കണ്ണീര് കുടിക്കുമ്പോഴും അതവർക്ക് ഗുണമായി മാറുന്നു. അവർ അനുഗ്രഹത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുമ്പോഴും അവർക്കത് അനുഗ്രഹമായി മാറുന്നു. അവർ നന്ദി കാണിക്കുമ്പോ അവർക്കത് അനുഗ്രഹമാവും. അവർ ക്ഷമിക്കുമ്പോ അവർക്കത് അനുഗ്രഹമായി മാറുന്ന അവസ്ഥയുണ്ടാവും. വഖാലു മാ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹിയ. ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ ഇങ്ങനെ പറയും, എന്ത്, നമ്മൾ ജനിക്കുന്നു, നമ്മൾ മരിച്ചു പോകുന്നു, അത്ര തന്നെയുള്ളൂ. വമാ യുഹ്ലികുന ഇല്ല ദഹർ. സമയമാകുമ്പോൾ മരിച്ചു പോകുന്നു എന്നല്ലാതെ അതിന്റെ പിന്നിൽ ഒരു ശക്തിയുമില്ല. അതിനുശേഷം ഒരു ചുക്കും സംഭവിക്കാനും പോകുന്നില്ല. വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ. വമാ ഹും ബിദാലിക മിൻ ഇൽമ്. ഒന്നും അറിയില്ല അവർക്ക് അതിനെക്കുറിച്ച് എന്നല്ലാഹു തീർത്തു പറയുന്നു. ഇൻഹും ഇല്ലാ യളുന്നൂൻ. ഇതാണ് നമ്മളുടെ നിലപാട്. അവർ വെറും തോന്നലുകൾ മാത്രം പറയുകയാണ്. അവരുടെ ചെറിയ ബുദ്ധിയുള്ള ഊഹങ്ങൾ മാത്രം സംസാരിക്കുകയാണ്. ഒന്നും അറിയില്ല മനുഷ്യന്. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വമാ ലഹും ബിദാലിക മിൻ ഇൽം. അറിയാത്ത ആളുകൾ, വിവരമില്ലാത്ത വിവരദോഷികളായ ആളുകൾ റബ്ബിനെ കുറിച്ച് ചിത്ത പറയുമ്പോ അതിൽ പൊറുതികേട് കാണിക്കണ്ട. വമാ ലഹും ബിഹി മിൻ ഇൽം. അവർക്ക് വിവരമില്ലെന്ന് വെച്ചോളൂ. മാത്രവുമല്ല, നമ്മൾ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ കാണിക്കേണ്ട ശക്തമായ ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാനിനെ ഒന്നുകൂടി പുഷ്ടപ്പെടുത്താൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ. കേന്ദ്ര പള്ളി ഫണ്ടിലേക്കുള്ള പിരിവാണ് നടത്തുന്നത്. അതിൽ എല്ലാവരും നന്നായി സഹകരിക്കണം. എന്തുകൊണ്ടോ എന്നറിയില്ല, കഴിഞ്ഞ തവണ നമ്മൾ ഈ കലക്ഷൻ എടുത്തപ്പോൾ അത് ഗണ്യമായി കുറഞ്ഞുപോയി. നമ്മുടെ മഹലിന്റെ വലിപ്പവും ഈ ജുമയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് എന്താ പറയാ, മോശമായി പോയി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് താന്നുപോയി. അതുകൊണ്ട് ഇതിൽ കുറച്ചുകൂടി നന്നായി പ്രതികരിക്കണം എന്ന് വളരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്ന് ചാപ്പപ്പടിയിൽ ഒരു സഅദുദ്ദീൻ സലാഹിയുടെ ക്ലാസ് ഉണ്ട്. അതിൽ കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് നന്നായി പഠിക്കുന്ന നല്ലവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സൃഷ്ടിച്ച ഈ ലോകത്തെക്കുറിച്ചും ലോകത്തെ അള്ളാഹു നിയന്ത്രിക്കുന്നതിനെ കുറിച്ചും ദൈവികമായ കേന്ദ്രങ്ങളിൽ നിന്ന് അഥവാ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും പഠിച്ചറിയുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൂമിയിലെ ഒരു നിസ്സാര ശക്തിയാണ് മനുഷ്യനെന്നും ആ മനുഷ്യന് അല്പം മാത്രമേ വിവരമുള്ളൂ എന്ന ബോധ്യമുണ്ടാവുകയും അതിൽ വിനയം കാണിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ലോകത്തുണ്ടാകുന്നതെന്നും അതിൽ അള്ളാഹു എന്തെങ്കിലും നന്മകൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന നല്ല മുഅ്മിനുകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ പ്രാപ്തരാക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ദുരന്തം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ വേദന കടിച്ചു തിന്നുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പകർന്നു കൊടുക്കുമാറാവട്ടെ. അത്തരം ദുരിതങ്ങൾ അനുഭവിക്കുകയും ഉറ്റവരും ഉടയവരൊക്കെ മരിച്ചുപോയി അതിന്റെ സങ്കടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള വല്ലാത്ത കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനും അവരെ പുനരധിവസിപ്പിക്കുവാനും അവർക്ക് പുതുജീവൻ നൽകുവാനുമുള്ള ശ്രമത്തിൽ പങ്കാളികളാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹൃദയവിശാലതയും തോന്നിച്ചയും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.